ഇനി അടുത്തതായിട്ട് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറൽ സെൻറ്റേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് മെക്കാനിക്കൽ പ്രോസസ്സ് ഓഫ് ഫീഡിങ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീഡിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു പ്രോസസ്സിൽ മെക്കാനിക്കൽ പ്രോസസ്സ് ഇൻവോൾവ് ആണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഭക്ഷണം അങ്ങോട്ട് നേരെ ഒറ്റക്ക് കണ്ട് ഇറങ്ങി പോകുമൊന്നുമില്ലല്ലോ. അവിടെ ഒരുപാട് എന്താ പറയുക ചവക്കുക അതേപോലെയുള്ള ഒരുപാട് മെക്കാനിക്കൽ പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ന്യൂറൽ സെൻറ്റേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. നമുക്കറിയാം ഫീഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ് മെക്കാനിക്കൽ ആക്ട് എന്ന് പറയുന്നത്. ഫീഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു മെക്കാനിക്കൽ ആക്റ്റാണ്. അപ്പോൾ ബ്രെയിനിൽ നമ്മൾ ഹൈപ്പോതലാമസിൻ്റെ താഴെ ഉള്ളതും അതേപോലെ മീസെൻസെഫലോണിൻ്റെ മുകളിലുള്ളതും ഹൈപ്പോതലാമസിൻ്റെ താഴെ മാത്രമല്ല മീസെൻസെഫലോണിൻ്റെ മുകളിൽ, അതായത് അനിമൽസിന് ബേസിക് മെക്കാനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫീഡിങ് പ്രോസസ്സിന് എന്താ പറയുക പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഇപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആനിമൽസിൽ ഇപ്പോൾ സലൈവേറ്റ് ചെയ്യാനും അതേപോലെ ലിപ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റും അതേപോലെ ഫുഡ് ച്യൂ ചെയ്യാനും സ്വാലോ ചെയ്യാനും ഒക്കെ നമുക്ക് സ്വയം ആനിമൽസിന് ഇറ്റ് സെൽഫ് കഴിയും എന്നാണ് പറഞ്ഞത്. അതിന് കാരണമാവുന്നത് നമ്മുടെ മീസെൻസെഫലോണിന് മുകളിലുള്ള പാർട്ട് മീൻസ് നമ്മളിൽ മെക്കാനിക്കൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇൻവോൾവ് ആയിട്ട് ഇവിടെ ഒരു കൺട്രോൾ വരുത്താൻ കഴിയും എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ആക്ച്വൽ മെക്കാനിക്സ്, നമ്മുടെ ഫീഡിങ്ങിൻ്റെ ആക്ച്വൽ മെക്കാനിക്സ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെമ്മിലെ സെൻറ്റേഴ്സാണ്. ഇത് സെൻറ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ സ്റ്റെമ്മിലെ സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആക്ച്വൽ ആയിട്ടുള്ള മെക്കാനിക്സ് ഫീഡിങ്ങിൻ്റെ. അതേപോലെ ഫീഡിങ്ങിൽ മറ്റ് സെൻറ്റേഴ്സും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതായത് ദെൻ ഈസ് ടു കൺട്രോൾ അതായത് നമ്മൾ എന്തിൻ്റെ കാര്യത്തിലൊക്കെയാണെന്ന് അറിയാം, നമ്മളിപ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി ഒരു ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ള കാര്യത്തിൽ, അതേപോലെ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ് ഈ ഒരു സെൻറ്റേഴ്സിനെ എക്സൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഫീഡിങ് മെക്കാനിക്സ് ആക്ടിവിറ്റി, അതൊരു ഫീഡിങ് മെക്കാനിക്സും അതൊരു എന്താ പറയുക ആക്ടിവിറ്റി ആയിട്ട് ആ ഒരു മെക്കാനിക്സ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത്രമാത്രം ഫുഡ് ഇൻടേക്ക് വേണം എന്നൊക്കെ നോക്കുന്ന അതിനുള്ള സെൻറ്റേഴ്സും ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട്, ഇത്ര ഫുഡാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ള ഇതിൽ വരെ. ഓക്കെ. അതേപോലെ ന്യൂറൽ സെൻറ്റേഴ്സ് ഹൈപ്പോതലാമസിൻ്റെ ഹയറായിട്ട് വരുന്ന ഹൈപ്പോതലാമസിനേക്കാളും ഹയറായിട്ട് വരുന്ന അതും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഈ ഒരു ഫീഡിങ് പ്രോസസ്സിൽ വഹിക്കുന്നുണ്ട്. പെർട്ടിക്കുലർലി കൺട്രോൾ ഓഫ് അപ്പറ്റൈറ്റ്, അതായത് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ഒരു ഈ സെൻറ്റേഴ്സ് അമിഗ്ഡാല ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അമിഗ്ഡാല അതേപോലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെയാണ്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും അമിഗ്ഡാലയൊക്കെ ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസുമായിട്ട് കപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തുണ്ട്, ഈ ഒരു ഫീഡിങ്ങിലെ കൺട്രോൾ ചെയ്യുക മീൻസ് അപ്പറ്റൈറ്റ്, വിശപ്പിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ അമിഗ്ഡാലയിലെ പോർഷൻസ് ചില മേജർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഫാക്ടറി നെർവസ് സിസ്റ്റം. അമിഗ്ഡാലയിലെ പോർഷൻസ് മേജർ പാർട്ട് ഓഫ് ദ ഓൾഫാക്ടറി നെർവസ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഓൾഫാക്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്മെല്ലുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഫുഡ് എന്ന് പറയുമ്പോൾ അവിടെ സ്മെല്ലിനും കൂടെ കറക്റ്റായിട്ടുള്ളൊരു റോള് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമിഗ്ഡാലയിൽ ഡിസ്ട്രക്റ്റീവ് ലേഷൻ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഡിസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ലേഷനൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയാസ് ഇൻക്രീസ് ഫീഡിങ് വേറാസ്, അതായത് ചില ഏരിയാസ് അമിഗ്ഡാലയിലെ തന്നെ
ചില ഏരിയകൾ ഫീഡിങ് ഇൻക്രീസ് ചെയ്യിക്കുന്നതായിട്ടും ചില ആ ഏരിയയിൽ ലേഷൻ സംഭവിക്കുന്ന സമയത്ത്, എന്നാൽ മറ്റു ചിലതിലാണെന്നുണ്ടെങ്കിൽ അത് ഫീഡിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന ഇത് എന്നുള്ള, അതായത് അമിഗ്ഡാല കംപ്ലീറ്റ് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ തന്നെ ചില ഭാഗങ്ങൾ ഇൻഹിബിറ്റ് ചെയ്യുന്നതായിട്ടും ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുക, മീൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതേപോലെ അഡീഷൻ സ്റ്റിമുലേഷൻ ഓഫ് സം ഏരിയാസ് ഓഫ് അമിഗ്ഡാല എലിസിസ് ദ മെക്കാനിക്കൽ ആക്ട് ഓഫ് ഫീഡിങ്. ഇതേപോലെ തന്നെ അമിഗ്ഡാലയിലെ ചില ഏരിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെക്കാനിക്കൽ ആക്ട് ഓഫ് ഫീഡിങ് ആണ്. അവിടെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ എലിസിറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ മെക്കാനിക്കൽ ആക്ട് ഓഫ് ഫീഡിങ്ങിനെ എലിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എഫക്റ്റ്, അമിഗ്ഡാലയിലെ ഒരു ഇമ്പോർട്ടൻ്റ് എഫക്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ബോത്ത് സൈഡിലും ആൻ ഇമ്പോർട്ടൻ്റ് എഫക്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് അമിഗ്ഡാല ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ബ്രെയിനിൻ്റെ രണ്ട് സൈഡിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സൈക്കിക് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഈ ഒരു അമിഗ്ഡാലയുടെ ബ്രെയിനിൻ്റെ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുകയാണ്, അമിഗ്ഡാലയിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് സൈക്കിക് ബ്ലൈൻഡ്നെസ്. കാരണം സൈക്കിക് ബ്ലൈൻഡ്നെസ് വരുന്നത് ഫുഡിൻ്റെ ചോയ്സിലാണ്, ഇൻ ദ ചോയ്സസ് ഓഫ് ഫുഡ്സ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അനിമൽസിൽ, പ്രത്യേകിച്ചും ഹ്യൂമൻ ബീയിങ്സിൽ ലോസസ് ഓർ അറ്റ്ലീസ്റ്റ് പാർഷ്യലി ലോസസ് ഓഫ് അപ്പറ്റൈറ്റ് കൺട്രോൾ ദാറ്റ് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഇറ്റ് ഈറ്റ്സ്. ഒന്നുകിൽ ലോസ് ആവുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാർഷ്യലി ലോസ് ആവുക. ഒന്നുകിൽ മൊത്തത്തിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യലി ലോസ് ആവുകയാണ് നമ്മുടെ അപ്പറ്റൈറ്റ് കൺട്രോൾ, വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൺട്രോള് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഒന്നുകിൽ ലോസ് ആവുക അല്ലെങ്കിൽ പാർഷ്യലി ലോസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ എന്ത് ഫുഡാണ് തിന്നുന്നത്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ക്വാളിറ്റി എന്താണ് എന്നുള്ളതിനെയാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച്, അതായത് നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളെ വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവും, ക്വാളിറ്റി. അപ്പോൾ നമ്മൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കുക, മീൻസ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിൻറ്റുമോന് പറയുന്നില്ല, എനിക്ക് എന്താ പറയുക വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും, മോനെ ചോറുണ്ടല്ലോ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കാനുള്ള വിശപ്പാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ അതൊരു എക്സാമ്പിളാണ് കേട്ടോ, വേറൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വിശപ്പിൻ്റെ കൺട്രോളിൽ എന്നുള്ളതും, അതേപോലെ ടൈപ്പ്, നമ്മൾ എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളതും ഇതിലിതാവുന്നുണ്ട്. ഓക്കെ. ഒരു അനിമൽസിൽ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കൊന്നുമില്ല എന്നുള്ളതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ടൈപ്പോ ഇതൊന്നും അവർക്കപ്പോൾ വിശപ്പ് ഒന്നും അറിയാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും നോക്കുന്നുണ്ടാവില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യമാണ് ഇവിടെ ന്യൂറൽ സെൻറ്റേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ് എന്നുള്ള ഭാഗത്ത് വരുന്നത്.